ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു നേപ്പാളി റെസിപ്പി ആയാലോ. അപ്പോൾ നേപ്പാളികളുടെ സ്പെഷ്യലായിട്ടുള്ള ചക്കൗണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിയുള്ള തൈരല്ല കേട്ടോ ഇതിനെടുക്കുക, പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി വിസ്കോ ടീസ്പൂണോ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇത് ഉടച്ചെടുക്കാൻ നോക്കണേ. അങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. ഇതിന് പകരം ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചേർത്തി കൊടുക്കാം. ഉള്ളവർ അതെടുത്താൽ മതി, ജീരകപ്പൊടി ഒഴിവാക്കാം. ഇനി 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ പിന്നീട് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇത് നല്ലവണ്ണം ഈ തൈരുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്തിയിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാത്ത എന്താ വെച്ചാൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകണ്ട കരുതിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതവിടെ റെഡിയാക്കിയിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണ് കടുകെണ്ണ, അതായത് മസ്റ്റാർഡ് ഓയിൽ, അത് ഉള്ളവർ അതന്നെ ചേർക്കണേ. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിയിട്ടുള്ളത്. ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കണേ. ഇനി എണ്ണ നല്ലവണ്ണം ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂണ് കടുക് ചേർത്തിയിട്ടുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്തിടുക കേട്ടോ. ആ ചൂടിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തണ്. അതിന് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടി ചേർത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിവിടെ ഒഴിവാക്കാം കേട്ടോ. 1/2 ടീസ്പൂണ് കസൂരി മേത്തിയാണ് ചേർത്തിട്ടുള്ളത്. ഇല്ലാത്തവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എണ്ണയിൽ ഉലുവ ലേശം ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ നമ്മളെ കൂട്ടിലേക്ക്, തൈരിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കി നോക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് കറി തയ്യാറാക്കി എടുക്കണേ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ, നല്ല കട്ടിയിലും അല്ല നല്ല ലൂസിലും അല്ല ഈ കറി ഇരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.